നല്ല പടമായിരുന്നു. നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്നൊരു വിഷയം തന്നെയാണത്. കാരണം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വളരെ ഭംഗിയായിട്ട് അതിൽ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് പോലുള്ള അല്ലെങ്കിൽ മൊബൈൽ പോലുള്ള അതിൻ്റെ ദുരുപയോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അല്ല, ഒരു കമ്പനി എന്നല്ല, അതെല്ലാവർക്കും ആക്ച്വലി ഫ്രീ ആയിട്ട് നമ്മൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ വാങ്ങുമല്ലോ, മൊബൈൽ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതമാനം നമ്മൾ നോക്കണം. അതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പടത്തിലൊരു മെസ്സേജായിട്ട് ഒരു കഥ പോലെ പടം വന്നതാണ്. അപ്പോൾ നമ്മളത് അഡ്വാൻസ് നമ്മൾ നോക്കിയിരിക്കണം, എങ്ങനെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം, എന്ത് ഉദ്ദേശമോ. ദുരുപയോഗം അറിയാലോ, നമ്മുടെ നാടിനൊരു മെസ്സേജാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അതായത് അത് നമുക്ക് തന്നത് നമ്മുടെ ഈ പടം അതിൽ വന്നത് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയാണ്. അത് നമുക്കൊരു അഡ്വാൻസ്ഡ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്യാരക്ടർ തന്നെ ഈ കണ്ടന്റ് എടുത്ത് ഈ പടം ചെയ്യാന്ന് പറയുമ്പോൾ അത് ആലോചിച്ച് നോക്കി, അതിൽ അപ്രതീക്ഷ ഉണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഫാൻസ് അല്ല എല്ലാവരും. പോരാത്തിന് കുഞ്ചാക്കപ്പനും ഫഹദ് ഫാസിലും 4 കോംബോ വരും, പടം 100-150 വീതം കയറും, പടം ലോക ഹിറ്റാവും. ഒരുപാട് നാൾ കൂടി വന്ന് മമ്മൂട്ടി മോഹൻലാലിൻ്റെ പടം കാണണം. ഒത്തിരി വർഷങ്ങളായില്ലേ മമ്മൂട്ടി മോഹൻലാലിൻ്റെ പടം വന്നിട്ട്. പാർട്ടിയോട് സിനിമ ഒത്തിരി നാളൊരു കാത്തിരുന്ന് വന്ന് കണ്ട പടമാണ്. എന്തായാലും ടിക്കറ്റ് പൈസ വെറുതെ പോയില്ല. അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം. പിന്നെ അതുപോലെ തന്നെ മലയാള സിനിമയുടെ ഒരു താരനിര തന്നെ ഇതിനകത്ത് അണിനിരത്തിലുണ്ട്. നമ്മുടെ തെന്നിന്ത്യൻ നടി, അതായത് മലയാള സിനിമയിൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നയൻതാര, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രൻസ്, പിന്നെ നമ്മുടെ കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിലിൻ്റെയാണ് എടുത്ത് പറയേണ്ടത്. അതായത് ഒരു കേന്ദ്ര വില്ലൻ കഥാപാത്രമാണ്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് നമ്മൾ സിനിമയിൽ കണ്ട് ലയിച്ചിരുന്നു പോകും. അതുപോലെ തന്നെ അടിപൊളി പടമാണ്. ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്തൊരു 3-4 മെസ്സേജുകളും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. നല്ല ഗുഡ് മെസ്സേജാണ്. അതായത് ഒന്ന്, ലാപ്ടോപ്പ് പിന്നെ അതുപോലെ തന്നെ മൊബൈലിലെയൊക്കെ മിസ്യൂസിങ് കാര്യങ്ങൾ, അതായത് ഓരോ കമ്പനികളും ലാപ്ടോപ്പും മൊബൈലുകളൊക്കെ വിറ്റിട്ട് അതിനകത്തു നിന്നുള്ള നമ്മുടെ പേഴ്സണൽ വിഷ്വൽസൊക്കെ മറ്റുള്ള കമ്പനികൾ മിസ്യൂസ് ചെയ്ത് ബ്ലാക്ക് മെയിലിങ് കാര്യങ്ങളാണ് ഒരു മെസ്സേജ്. ആ ഒരു മെസ്സേജ്, പിന്നെ ഒരുപാട് മെസ്സേജുകൾ ഇതിനകത്ത് പുറത്ത് പിന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാം കൊണ്ടും ഫാമിലിയായിട്ടൊക്കെ എൻജോയ്മെന്റ് ചെയ്യാൻ, പ്രണയമായാലും. മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വന്നതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു ത്രില്ലർ മൂവി എന്ന് തന്നെ പറയാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. കുടുംബം ഒന്നിച്ച് വന്ന് കാണാൻ പറ്റിയൊരു സിനിമ. ഈ അവധിക്കാലമൊക്കെ സോഷ്യലി ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുത്ത് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മളെല്ലാവരും ടെലിഫോൺ, അത് മൊബൈൽ ഫോൺസ് ആൻഡ് എന്താ പറയുക ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ അതായത് അതിലൊരു സ്കാമൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക ഒരു സ്കാമിനെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊക്കെയുള്ളതാണ്. അതൊരു മെയിനായിട്ടുള്ളൊരു ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഈ പറയുന്ന മൊബൈൽ ഫോൺസും അതുപോലെ തന്നെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു ബോധവൽക്കരണവും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ പാട്രിയോട്ട് എന്നുള്ള ആ ഒരു അർത്ഥം അന്വർത്ഥമാക്കുന്ന രീതിയിൽ മമ്മൂക്കയുടെ അഭിനയം, മമ്മൂക്കയുടെ റോളും ഉണ്ട്. അതുപോലെ തന്നെ ലാലേട്ടനും ആ ഒരു അർത്ഥം, ആ ഒരു വാക്കിനർത്ഥം അന്വർത്ഥമാക്കുന്ന രീതി തന്നെയാണ് ഈ റോൾസ് ചെയ്തേക്കുന്നത്. സോ അതിൽ തീർച്ചയായിട്ടും പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ ഒരു വിജയമാവട്ടെ. എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്.